ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു സമർപ്പണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിസാം ഒരു മൾട്ടി ടാലന്റഡ് ഒരു ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് ഇപ്പോ നിസാമിനെ കാണണമെന്നാണെങ്കിൽ ഗോൾഡ് 101.3 FM ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെ നിസാമാണ്. അപ്പൊ നിസാം ഈ പറഞ്ഞ പോലെ നല്ലൊരു പാട്ടുകാരനാണ്, അതിന്റെ കൂടെ തന്നെ നല്ല നല്ല പാട്ടുകാരെ മിമിക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ എത്ര സിംഗേഴ്സിന് മിമിക്രി ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാനിപ്പോ ഒരു 50 പേരുടെ വോയിസ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 100ലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 10 ലാംഗ്വേജ്, ബംഗാളി, നേപ്പാളി, പഷ്തു, നമ്മളിവിടെ ഗൾഫിൽ ജയിക്കുന്നുണ്ട്. അതേപോലെ അറബി, ഇംഗ്ലീഷ്, മാപ്പിളപ്പാട്ട്, മലയാളം, തമിഴ്, ഹിന്ദി, അങ്ങനെ ഒരു 10 ലാംഗ്വേജിൽ നിന്ന് 100 സിംഗേഴ്സിനെ വെച്ചിട്ടാണ് ഗിന്നസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം. അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പല പല ലാംഗ്വേജസിൽ പാട്ടുകൾ പഠിക്കുന്ന സമയത്ത് ഏത് ലാംഗ്വേജ് ആണ് കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ട് ആയി തോന്നിയിരിക്കുന്നത്? സാധാരണ നമ്മൾ ഈ മലയാളം അറിയുമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഷയും പഠിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. എന്നാലും നിസാമിന് ഏത് ലാംഗ്വേജിലെ പാട്ട് പഠിക്കാനാണ് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ വന്ന സമയത്ത് 2006 ഞാൻ ലേബർ ക്യാമ്പിലൊക്കെ ആയിരുന്നു താമസമൊക്കെ. അപ്പോൾ എനിക്ക് കുറെ സുഹൃത്തുക്കളുള്ളതെല്ലാം അതർ ലാംഗ്വേജ് ആണ്. ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ കൂടെയൊക്കെയുള്ള ഒരു സൗഹൃദം അങ്ങനെ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഞാൻ കേൾക്കുകയും അവർക്ക് പാടിക്കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ തന്നെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് എഴുതിയതിനു ശേഷം ഞാൻ അവരൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ പെർഫെക്റ്റ് ആക്കി അങ്ങനെയൊക്കെ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോ ഇനി എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് സിംഗേഴ്സിനൊക്കെ മിമിക്രി ചെയ്യണതാണല്ലോ. ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും നിസാമിന്റെ പല പല ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് നിസാമിന്റെ കുറെ വീഡിയോസ്, കുറെ സിംഗേഴ്സിനെ മിമിക് ചെയ്യണത്. നമുക്ക് നമ്മുടെ മ്യൂസിക് മേസ്ട്രോ ഇളയരാജ സർ വെച്ച് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാം. എല്ലാവരും ശ്രമം മാത്രമാണ്, അതിനോട് ഒരു സാമ്യത പുലർത്താൻ ശ്രമിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ ഗോൾഡ് 101.3 FM സ്റ്റുഡിയോസിൽ ആഫ്റ്റർനൂൺ റിക്വസ്റ്റിൽ ഇളയരാജ സർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നോക്കാം. അന്തവാനത്തെ പോലെ മനം പടച്ച മന്നവനേ, പനിതുളിയ പോലെ ഗുണം പടച്ച തെന്നവനേ, മஞ்சளிலே ஒரு நூலெடுத்து மண்ணுக்கும் விண்ணுக்கும் சம்பந்தம் உண்டன்னு சொன்னது யாரு? அது மன்மதன் கேளு. அந்த வானத்தை போல மனம் படைச்ச மன்னவனே, பனி துளிய போல குணம் படைச்ச തെന്നവനേ. ഇതാരാണ്? സാക്ഷാൽ ഇളയരാജ സാർ എത്തിയിരിക്കുവാണോ ഇവിടെ? അപ്പോ ഈ പല പല ആർട്ടിസ്റ്റിന് പഠിക്കുന്ന സമയത്ത് ഏത് സിംഗറിന്റെ ശബ്ദമായിരുന്നു ഇങ്ങനെ ആവാഹിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നത്? ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മരിക്കുന്നതിന്റെ ഇടയ്ക്ക് പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചത് 2-3 വോയിസുകളേ ഉള്ളൂ. ഒന്ന്, മറ്റുള്ള എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റ് നിലയ്ക്ക് റിലേറ്റഡ് വോയിസ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതൊക്കെ വരും. അത് ഒരു ശ്രുതിയും റേഞ്ചിനൊക്കെ ഒരു മാച്ച് ഉള്ളതുകൊണ്ട്. പി ജയചന്ദ്രൻ സാറും അതേപോലെ ചിത്രാമ്മയും ഒക്കെയാണ് എടുക്കാൻ ഭയങ്കര റിസ്ക് ഉള്ള വോയിസുകൾ. മറ്റുള്ള എല്ലാ ലാംഗ്വേജ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിലും ചിത്രാമ്മയുടെയും അതേപോലെ പി ജയചന്ദ്രൻ സാറിന്റെ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു വാശി, എന്നാലും മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, അത് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഒരു വാശി മനസ്സിൽ കയറിയത് കൊണ്ട് ഞാൻ അതിന്റെ പിന്നാലെയാണ്. തീർച്ചയായിട്ടും ആ 100ൽ അവരെ ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും അത് നമ്മളും വിഷ് ചെയ്യാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ പി ജയചന്ദ്രൻ സാർ ആയാലും അല്ലെങ്കിൽ ചിത്ര ചേച്ചിയുടെ ശബ്ദം എടുക്കാൻ പറ്റട്ടെ. അതെ, ഇപ്പോഴും ചോദിച്ചാൽ എനിക്ക് പാടിത്തരാൻ പറ്റും. പക്ഷെ അതൊരു എന്താ പറയാ, എല്ലാം 100% എന്നല്ല. ഞാനൊരു 75% ആയി കഴിഞ്ഞാൽ ഞാനത് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ബാക്കി 25 ജനങ്ങളുടെ കയ്യിലും സൗണ്ടിന്റെ ഒരു പവർ ഒക്കെയാണ്. ഒരു 75 ആയിട്ടില്ല, ഇപ്പൊ ഒരു 50 ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒരു തമിഴ് പാട്ട് കേട്ടു. ഇനിയിപ്പോ മലയാളത്തിലേക്കായാലോ? ജാസി ഗിഫ്റ്റിന്റെ ശബ്ദം നന്നായി എടുക്കുമല്ലോ നിസാം. അപ്പോ നമ്മുടെ ജാസി ഗിഫ്റ്റിന്റെ ലജ്ജാവതി ആയാലോ, ഫോർ ദ പീപ്പിൾ? തീർച്ചയായിട്ടും. ജാസി ചേട്ടന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ പാട്ടിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്റ്റേജ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അദ്ദേഹം തന്നെ ഒരു പാട്ട് പാടാൻ ഒരു അവസരം തന്നാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ പാട്ടും പാടാൻ പറ്റി.
അവസാനം ജാസി ഗിഫ്റ്റിന്റെ ശബ്ദം തന്നെ എടുക്കുകയും ചെയ്തു അല്ലെ? അത് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ജാസി ഗിഫ്റ്റിന് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ല, പുള്ളിയുടെ പാട്ടാണ് ഞാൻ നിന്ന് പാടിയിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓലെ ഓലെ എന്നുള്ള പാട്ട് പാടിയിരുന്നത്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഏത് പാട്ടാണ്? ഇന്നിപ്പോ ഈ ലജ്ജാവതിയും അതേപോലെ എന്താ പറയാ അന്നക്കിളി ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എല്ലാവർക്കും പാടി കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിന്നൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് അശ്വാരൂഢൻ എന്ന് പറഞ്ഞൊരു പടത്തിലൊരു പാട്ടുണ്ട്, അതൊന്ന് പാടാൻ നോക്കാം. പാടാൻ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അഴകാലില മഞ്ഞച്ചരടില് പൂത്താലേ മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി കുറുനില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴഴകായി നിൻചിറകിൽ പൊങ്ങി നിന്നാണം. അടിപൊളി കേട്ടോ. ശരിക്കും ആദ്യം നമ്മൾ ഇളയരാജ കേട്ടു, അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ഉള്ളൊരു ശബ്ദമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ജാസി ഗിഫ്റ്റ്. ഇനിയിപ്പോ തമിഴും മലയാളം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഹിന്ദിയിലേക്ക് കടത്താലോ. നമുക്ക് എല്ലാ ലാംഗ്വേജസിലെ സിംഗേഴ്സിനും വേണം. ഓക്കെ, അപ്പോ ഹിന്ദിയിൽ കുമാർ സാനുവിന്റെ വോയിസ് നല്ലപോലെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കുമാർ സാനുവിന്റെ വോയിസ് ആയാലോ? തീർച്ചയായിട്ടും. ദിൽ ഹൈ കെ മാനതാ നഹീ हो दिल है के मानता नहीं, मुश्किल बड़ी है रस्मे मोहब्बत ये जानता ही नहीं, हो दिल है के मानता नहीं. ഇതിപ്പോ കഷ്ടപ്പാടായല്ലോ. ഏതാണ് കൂടുതൽ നല്ലതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മള് എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ പെർഫെക്ഷനോടുകൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം ഒന്നിനെ മാത്രം ഇതുവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. നേരത്തെ ജൂനിയർ ജാസി ഗിഫ്റ്റ് എന്നുള്ള പേരൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പം ആ ഒരു ടൈപ്പ് സോങ്സ് ആയപ്പോ പിന്നെ കുറെ പ്രോഗ്രാംസുകൾ ഇല്ലാതായപ്പോഴും നമ്മൾ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. അതിൽ നിന്നാ ശരിയാവില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തന്നെ അത് മാറ്റിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം ചെയ്യുന്നതൊക്കെ മാക്സിമം പെർഫെക്ഷനോടുകൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അതിനൊന്നിനെ മാത്രം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. എന്നാ ശരി, ഞാൻ ഇനി അടുത്തൊരു പണി തരാൻ പോവാണ്. ഇത്രയും നേരമായിട്ട് ഓരോരോ സിംഗേഴ്സ് ആയിരുന്നല്ലോ, ഇനിയിപ്പോ ഒരു ഡ്യൂവറ്റ് പാടാൻ പറ്റുമോ? ഇത്ര നേരം മെയിൽ സിംഗേഴ്സിന്റെ ശബ്ദമായിരുന്നു, ഇനിയിപ്പോ ഒരു ഡ്യൂവറ്റ് എന്ന് പറയുന്ന സമയത്ത് മെയിലും ഫീമെയിലും വേണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഏതായിരിക്കും പാട്ട്? ഞാന് പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ട് പാടിയിട്ടാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. അത് വാണിജ്യറാം അമ്മയുടെയും ദാസേട്ടന്റെയും വോയിസ് ആയിരുന്നു. ഞാനപ്പോ അതിനൊക്കെ മുമ്പേ ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ ദാസേട്ടന്റെയും ജാനകിയമ്മയുടെയും പാട്ട് ത്രൂ സ്റ്റേജിൽ പാടുന്ന പാട്ടായിരുന്നു കൊഞ്ചി കരയല്ലേ എന്നുള്ള പാട്ട്. അപ്പൊ അതിലൊരു 4 വരി ഒന്ന് പാടാൻ ശ്രമിക്കാം. ദാസേട്ടന്റെതാണ്, ദാസേട്ടന്റെ ശബ്ദമാണ്. കേൾക്കുന്നവരോടത്ത് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. നമ്മൾ സ്റ്റേജിൽ ലൈവ് പാടുന്ന ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നമ്മുടെ ശബ്ദത്തിന് കിട്ടിക്കൊള്ളുന്നില്ല. എല്ലാവരും ക്ഷമിക്കണം, അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പാടാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ഡ്യൂവറ്റ് സോങ്, നമ്മുടെ ക്ലാസിക് സോങ് ആയ കൊഞ്ചി കരയല്ലേ എന്നുള്ള ഒരു പാട്ട്. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ. എന്തായിരുന്നു നിസാം അത്? നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എത്തിക്കഴിഞ്ഞാലും എല്ലാരും ഇത് തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നൌഷാദ്, നിസാമക്ക നിങ്ങൾ പൊളിയാട് എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ അബിനും നസീറും എല്ലാരും പറഞ്ഞിരിക്കുന്നത് പൊളിച്ചു എന്നുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ നേരിട്ട് കാണുന്നുണ്ടായിരുന്നെങ്കിൽ താടി ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ശരിക്കും മറ്റേ നമ്മുടെ ആ ഗുർമീത് റാം റഹീം സിംഗിന്റെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് ഇനി ജയിലിൽ ചാടിയതാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇല്ല, ആരും തെറ്റിദ്ധരിക്കൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ അടുത്തും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗോൾഡ് എഫ് എം ലിസണേഴ്സിന്റെ അടുത്ത് എന്താണ് നിസാമിന് പറയാനുള്ളത്? ഞാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു സാധാരണ പ്രവാസിയാണ്. അപ്പോ നിങ്ങളുടെ പ്രവാസികളുടെ കമന്റും ലൈക്കും ഷെയറും ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെ ഇപ്പോൾ തൽക്കാലം എല്ലാ ലോകവും അറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് തിരിച്ചു തരാൻ എന്റെ ഹൃദയം മാത്രമേ ബാക്കിയുള്ളൂ.
തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ പുതുമ കണ്ടെത്തുമ്പോഴും അതെനിക്ക് അവതരിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുമ്പിൽ നിൽക്കുന്നല്ലോ എന്നുള്ളൊരു ആഗ്രഹമാണ്. എല്ലാവരും എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക, ഈ ചെറിയ കലാകാരനെ സ്നേഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക, എന്താ പറയാ, പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റട്ടെ. 100 സിംഗേഴ്സിന്റെ ശബ്ദം അതേപോലെ 10 ഡിഫറെന്റ് ലാംഗ്വേജസിൽ നിന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റട്ടെ. എന്തായാലും ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം മുന്നേ എല്ലാവർക്കും വേണ്ടി നല്ലൊരു മാപ്പിളപ്പാട്ട് കൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചാലോ? തീർച്ചയായിട്ടും. ഇതിന്റെ ഇടയ്ക്ക് 1-2 പേരോട് ഒരു സ്നേഹം എന്താ പറയാ പറയാനുണ്ട്. എന്നെ ഇവിടേക്ക് എത്തിച്ച നമ്മുടെ കബീർക്കയ്ക്ക് ഒരു ഹൃദയം നിറഞ്ഞ താങ്ക്സ്. അതോടൊപ്പം ഗിന്നസിലേക്ക് എത്തിക്കുന്നതിനൊപ്പം മിമിക്രി എന്നുള്ളത് മാറി പാട്ടിനോട് ഒരുപാട് സ്നേഹം തോന്നിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനോട് ഇത്തിരി ഭയങ്കരമായിട്ട് ആത്മാർത്ഥത തോന്നിക്കുകയും ചെയ്യുന്നത് എന്റെ ഭാര്യയാണ്. അദ്ദേഹം നല്ലൊരു സിംഗർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിക്കുന്ന അതിനോട് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റിയാണ് കൂടുതൽ പാട്ടുകളോട് ഇത്രയും ഇഷ്ടവും അല്ലെങ്കിൽ ആത്മാർത്ഥത തോന്നാൻ കാരണം. അപ്പൊ ഇത് ഗിന്നസ് ബുക്ക് ചെയ്യണമെന്നൊരു സപ്പോർട്ട് തന്ന ആളുടെ അടുത്ത്, എന്റെ ഭാര്യയുടെ അടുത്ത് കൂടെ ഞാനൊരു താങ്ക്സ് പറയുന്നു. അപ്പം ഞാൻ മാപ്പിളപ്പാട്ട് അതൊരു ശബ്ദം തന്നെ അനുകരിച്ച് പാടാം അല്ലെ? ഏറ്റവും പഴയ ഒരു സിംഗറാണ് AV മുഹമ്മദ് സാഹിബ്, കുറെ പേർക്ക് അറിയാം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു മാപ്പിളപ്പാട്ട് പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കും. ആയിക്കോട്ടെ. മമ്പൂറപ്പൂ മക്കാമിലെ മൗലാസവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുബൊലി സയ്യിദലവിറളിയല്ലാ മമ്പൂറപ്പൂ മക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്തുബൊലി സയ്യിദലവിറളിയല്ലാ. അടിപൊളി, പൊളിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഈ ഒരു ഈദ് ആഘോഷങ്ങളുടെ മുന്നേ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയാണ്. താങ്ക് യു സോ മച്ച് നിസാമിക്ക, ഇന്നത്തെ ദിവസം ഇവിടെ വന്നതിന്. സോ ഇത്രയും നേരം ഗോൾഡ് 101.3 FM സ്റ്റുഡിയോസിൽ എത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നിസാം എന്ന് പറയുന്ന പല പല ശബ്ദങ്ങളിലൂടെ പാടുന്ന ഒരു സിംഗറാണ്. സോ യെസ്, താങ്ക്സ് അഗൈൻ. ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. സോ അതിനൊക്കെ ആയിട്ട് all you have to do is stay tuned to Gold 101.3 FM. Gold